അങ്ങനെ നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ രതീഷ് ബിഗ് ബോസിന് പുറത്തേക്ക് പോവുകയാണ്. അതിന് കാരണം സുരേഷാണ്. സുരേഷ് സംസാരിക്കുന്നുണ്ട്. അതായത് സുരേഷ് പറയുന്നുണ്ട്, ഇദ്ദേഹം എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രതീഷ് പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ ചീപ്പ് ഗെയിമിന് വേണ്ടി ഇങ്ങനെ കളിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇന്നലെ ജാൻമണിയോട് രതീഷ് ചെയ്തതൊക്കെ അപ്പോൾ അതേ നാണയത്തിൽ തന്നെ സുരേഷ് തിരിച്ചടിക്കുകയാണ്. അപ്പോൾ ഈ സുരേഷ് പറഞ്ഞതൊന്നും രതീഷ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നതൊന്നും ഉമ്മ വെക്കുന്നു ഒക്കെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് സുരേഷ് പറയുന്നത്. അപ്പം സുരേഷ് കട്ടക്കലിപ്പിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടത് വെറും നാടകമല്ല, ഈ ബിഗ് ബോസിൽ നടക്കാൻ പോകുന്ന സംഭവമാണെന്നുള്ള 100% ഉറപ്പായി. എന്തായാലും രതീഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതുകൊണ്ട് ആർക്കും സങ്കടമോ ആർക്കും നഷ്ടമോ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം അതുപോലെ തന്നെ എല്ലാവരെയും വെറുപ്പിച്ചിട്ടാണ് രതീഷ് ബിഗ് ബോസിന് വെളിയിലേക്ക് പോകുന്നത്. അപ്പം എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ചീപ്പ് ഗെയിമിങ്ങിന് വേണ്ടിയല്ല. കാരണം രതീഷ് ചെയ്തത് അതുപോലുള്ള കാര്യങ്ങളാണ്. കാരണം സ്വന്തം കാര്യം മാത്രം മറ്റുള്ളവരെ നോക്കാതെ വെറുപ്പിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതൊന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. സുരേഷ് പക്കയായിട്ട് ഈ ഗെയിം കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരോപണമാണെങ്കിലും അത് പക്ക കറക്റ്റായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് ബിഗ് ബോസിന് മനസ്സിലായതാവും. രതീഷ് ഇറങ്ങിപ്പോവുക, സ്വന്തമായിട്ട് കിറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് എന്തായാലും രതീഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് നമുക്ക് ഇന്നത്തെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ലൈവ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.